ലോഡ്ജ് മുറിയിലെത്തിച്ച് പീഡിപ്പിച്ച ശേഷം യുവതിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാളെ കുമളി പോലീസ് പിടികൂടി. വണ്ടിപ്പെരിയാർ അറണക്കൽ സ്വദേശി പ്രജിത്ത് ആണ് പിടിയിലായത്. കൂട്ടാളിക്കായുള്ള തെരച്ചിലിൽ പോലീസ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഫെബ്രുവരി മാസം 11-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. വണ്ടിപ്പെരിയാർ അറണക്കൽ സ്വദേശിയായ യുവതി കുമളിയിൽ പഠനം നടത്തി വരികയായിരുന്നു. യുവതിയുടെ അയൽവാസിയായ പ്രജിത്ത് ഈ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തി യുവതിയുടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറയുകയും യുവതിയെ ബൈക്കിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം റോസാപ്പൂ കണ്ടത്തിലെ ലോഡ്ജിൽ എത്തിച്ചു. ഈ സമയം റൂമിൽ അറണക്കൽ സ്വദേശി തന്നെയായ പ്രജിത്തിന്റെ കൂട്ടാളി കാർത്തിക് ഉണ്ടായിരുന്നു. തുടർന്ന് പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് എതിർത്ത പെൺകുട്ടിയെ അടിച്ച് പരിക്കേൽപ്പിച്ചു. ശേഷം പ്രജിത്ത് പെൺകുട്ടിയെ ആദ്യം ശാരീരികമായി പീഡിപ്പിച്ചു. ഈ സമയം കൂട്ടാളിയായ കാർത്തിക് വീഡിയോ പകർത്തി. തുടർന്ന് കൂട്ടാളിയും ശാരീരികമായി ഉപയോഗിച്ചു. തുടർന്ന് പെൺകുട്ടിയെ കുമളിയിൽ നിന്നും അറണക്കലിലെ വീട്ടിലെത്തിച്ചു. സംഭവത്തെക്കുറിച്ച് ആരോടെങ്കിലും പറയുകയാണെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനുശേഷം എസ്റ്റേറ്റ് തൊഴിലാളികളായ പ്രതികളായ രണ്ടുപേരും തിരികെ ജോലിയിലേക്ക് മടങ്ങി. എന്നാൽ ഇവർ എടുത്ത വീഡിയോ പെൺകുട്ടിയുടെ വീട്ടുകാരെ അടക്കം കാണിച്ച് പോലീസിൽ പരാതി നൽകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയും മാതാപിതാക്കളും കുമളി പോലീസിലെത്തി പരാതി നൽകിയത്. ഒന്നാം പ്രതിയായ പ്രജിത്തിനെ മധുരയിൽ വെച്ചാണ് കുമളി പോലീസ് പിടികൂടുന്നത്. രണ്ടാം പ്രതി കാർത്തിക് കർണാടകത്തിലേക്ക് കടന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതനുസരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. പ്രജിത്തിനെ കുമളി പോലീസ് അറണക്കലിലെ വീട്ടിലെത്തിച്ച സംഭവ ദിവസം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും മറ്റും കണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുകയും പിന്നീട് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. രണ്ടാം പ്രതിക്കായുള്ള തെരച്ചിൽ തുടരുന്നതായി പോലീസ് അറിയിച്ചു. കുമളി സർക്കിൾ ഇൻസ്പെക്ടർ സുജിത് PS, സബ് ഇൻസ്പെക്ടർ അനന്തു, ASI സുബൈർ, CPOമാരായ സലിൽ രവി, സാദിഖ്, മാരിയപ്പൻ, ശ്രീനാഥ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കുമളി.